ഇന്ന് ആദ്യത്തെ കോസ്റ്റ്യൂം ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മൾ ഇന്നൊരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്രാവശ്യം നമുക്ക് മാസ്ക് ഇട്ടിട്ടുള്ള ഒരു ഓണം ആണെന്നുണ്ടെങ്കിലും മാക്സിമം നമുക്കത് ലിമിറ്റേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം അത് കളർഫുൾ ആക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് കളർഫുൾ ആക്കാൻ നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഹലോ, വൺസ് അഗെയിൻ ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ നമ്മളൊരു 5 ഫാമിലി ഒരുമിച്ചിരുന്നിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഡിഷസുകളും 5 ഫാമിലിക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ടൊരു 3 or 4 ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിട്ടാണ് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയും ഓലനും പിന്നെ ചെറുപയർ പരിപ്പ് പായസവുമാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയത് തലേ ദിവസത്തെ കടല വെള്ളത്തിലിട്ടിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ചേനയും അതുപോലെ പച്ചക്കായും കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുക. എന്നിട്ടത് സിമ്പിളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ടും ചെറിയ ജീരകവും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റും കൂടി ഈ ഒരു മിക്സിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കൂട്ടുകറിക്ക് കുറച്ച് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ക്യൂബ് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച തേങ്ങേൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോണ വരെ അത് കുക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മളെ മെയിൻ കാര്യം നമുക്കിവിടെ വറവ് തയ്യാറാക്കണം. സോ നമ്മൾ ഒരു പാത്രത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, പിന്നെ കടുകും നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്നും അതിലേക്ക് മിക്സാക്കിയിട്ട് കറിവേപ്പില ഇടുക, മറ്റേ വറ്റൽമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 18 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കോക്കനട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ്. സോ കോക്കനട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂട്ടുകറിക്ക് വേണം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവണത് വരെ അത് ഫ്രൈ ചെയ്യണം. കണ്ടോ, ഈ ഒരു കളർ കിട്ടുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ ഒരു കോക്കനട്ടും കൂടി ആഡ് ചെയ്യുക. സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ കൂട്ടുകറി റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. ഓലൻ ഉണ്ടാക്കാൻ വളരെ ഈസിയും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഓലൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് വൻപയർ തലേ ദിവസം കുതിർത്തി വെച്ചത് ജസ്റ്റ് സാൾട്ട് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു കുമ്പളങ്ങൻ്റെ പീസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തേങ്ങേൻ്റെ രണ്ടാം പാല്, നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ടാക്കിയിട്ട് അതിൽ രണ്ടാം പാലിൽ ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. പയർ വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്തെങ്കിലും ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാൾട്ട് കുറച്ച് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഈ രണ്ടാം പാലിൽ കിടന്ന് വേവുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ഇപ്പോൾ അത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒന്നാം പാല് മിക്സ് ചെയ്യണം. ഒന്നാം പാലിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വല്ലാണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നല്ലോണം എല്ലാ പീസുകളും എല്ലാം നല്ലോണം വെന്തു എന്നുള്ളതിന് ശേഷം മാത്രം നമ്മൾ ഒന്നാം പാല് മിക്സ് ചെയ്യുക. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർത്താൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടും. അതോടുകൂടി നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി. എൻ്റെ ഫൈനൽ ഐറ്റമാണ് ഈ പായസം. ഞാനാണെങ്കിൽ ഈ പായസം എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു ഗോൾഡൻ കളർ ആവണത് വരെ നമ്മൾ പരിപ്പ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഞാൻ ഇതിൽ ഒരു 2 or 2.5 കപ്പ് ഓഫ് ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഈ പരിപ്പ് അങ്ങനെ ഈ വാട്ടറിൽ കിടന്നിട്ട് നല്ലോണം വേവണം. അപ്പോൾ ഈ പരിപ്പ് നന്നായി വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഈ ശർക്കരപ്പാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ശർക്കരപ്പാൽ ചേർത്താൽ പിന്നെ നമ്മുടെ ഈ പരിപ്പ് വേവില്ല. അപ്പോൾ വെന്തൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഈ പാല് ചേർക്കുക. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വറ്റിച്ച് ഈ ഒരു രൂപം വരെ നമ്മളത് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ രണ്ടാം പാലെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനിവിടെ 2 തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടാം പാലാണ് നമ്മൾ ഫസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത്. ഫൈനലി ഞാനിവിടെ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഈ ഒന്നാം പാൽ ഒഴിച്ചാലും നേരത്തെ പോലെ തന്നെ നമ്മളത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി, ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് നെയ്യിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് പീസും കൂടിയും നമ്മൾ വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ആ മിക്സ് ഒഴിച്ചാൽ മതി. അതോടുകൂടി നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഓണസദ്യ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആമയ്ക്ക് ഇവിടെ പട്ടുപാവാടയൊക്കെ കിട്ടിയായിരുന്നു. അവൾ പൂവൊക്കെ വെച്ച് ആ ഒരു ഓണം വൈബിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മളിവിടെ ഇതാ സദ്യൻ്റെ ഇല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ അതില് പറ. അയ്യോ ഷിട്ടുക്ക് ഇഷ്ടപ്പെട്ട ഏതാ പറ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ നോടെ ആ നമ്മള് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ.
എനിക്ക് ഓലനും കൂട്ടുകറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വലിയതായിട്ടുള്ളൊരു പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആൻഡ് ഹറിബറി ലൈഫ് എന്ന് ഒരു റിലാക്സ്ഡ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ വി ആർ സൈനിങ് ഓഫ് ഫ്രം Rishureni and Azita's vlog. Thank you.